പ്രവർത്തകന്മാരോളം അല്ലെങ്കിൽ 3 പ്രവർത്തകർക്ക് പരിക്കേറ്റുണ്ട്. അതിൽ ഒരു പ്രവർത്തകൻ്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. ചോര വാർന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ കാണുകയും ചെയ്തതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ആശുപത്രിക്ക് 2 കവാടങ്ങളാണുള്ളത്. ഒരു കവാടത്തിൽ മാർച്ച് ചെയ്ത് ആദ്യഘട്ടത്തിൽ പോലീസുമായി ചെറിയ ഉന്തും തള്ളും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടായി ഉദ്ഘാടന പ്രസംഗം നടക്കുന്നതിനിടെയാണ് മറുവശത്തുകൂടെ ഈ പ്രവർത്തകന്മാർ ആശുപത്രിയുടെ പ്രധാന കവാടം വഴി അകത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തിയത്. ആ സമയത്ത് പോലീസിൻ്റെ ഏകദേശം ഒരു വലിയ ശതമാനം പോലീസുകാരും ഈ ആദ്യം സമരം നടന്ന മറ്റൊരു കവാടത്തിലാണ് ഉണ്ടായിരുന്നത്. മറുവശത്തുള്ള കവാടത്തിൽ വളരെ ചെറിയ സംഖ്യ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഈ പ്രവർത്തകർക്ക് നിഷ്പ്രയാസം അകത്തേക്ക് കടക്കാൻ വേണ്ടി കഴിഞ്ഞത്. പക്ഷേ പ്രവർത്തകർ അകത്തേക്ക് കടഞ്ഞ് ആ ഒരു ഘട്ടത്തിൽ തന്നെ മറുവശത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവിടത്തേക്ക് എത്തി ഈ പ്രവർത്തകന്മാരെ ഇവിടെ നിന്ന് തള്ളി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. അങ്ങനെയാണ് അത് പിന്നീട് ഒരു ഉന്തും തള്ളിയിലേക്കും കയ്യാങ്കളിയിലേക്കും പിന്നീട് ലാത്തി ചാർജിലേക്കും ഉൾപ്പെടെ എത്തിയത്. അങ്ങനെയാണ് SFIയുടെ ഒരു പ്രവർത്തകരെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. SFI ആവശ്യപ്പെടുന്നത് പ്രധാനമായും ഈ മൻസൂർ ആശുപത്രിക്കെതിരെ നിരന്തരമായ രീതിയിലുള്ള ചില ആരോപണങ്ങളുണ്ട്. കഴിഞ്ഞ ഈ സംഭവത്തിന് മുന്നും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ യാതൊരുവിധ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഈ നേതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനൊരു അനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായത്. ഇപ്പോൾ SFI പ്രവർത്തനങ്ങൾ കണ്ടതാണ്. സമരം സമാധാനപരമായാണ് SFI നേതൃത്വം കൊടുത്തത്. പക്ഷേ ഇവിടെ കയറാൻ വേണ്ടി ശ്രമിക്കുന്ന വേളയിൽ പോലീസ് തടയുക എന്നതിനപ്പുറത്തേക്ക് ലാത്തിക്കൊണ്ട് നമ്മുടെ പ്രവർത്തകൻ്റെ തലക്കടിക്കുന്ന പ്രവർത്തകരെ നിലവിൽ ഐശാൽ ആശുപത്രിയിലേക്ക് ആശുപത്രി അഡ്മിറ്റാക്കിയ സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. പ്രവർത്തനം അഡ്മിറ്റാവുന്ന സാഹചര്യം തലക്കടി കെട്ടി നിലവിൽ സ്കാൻ ഉൾപ്പെടെ എടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ള ആൾക്കാർക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യം ലാത്തി കൊണ്ട് അടി കെട്ടി പരിക്ക് പറ്റുന്നത്. അങ്ങനെയാണ് SFIയുടെ ആൾക്കാർ പ്രകോപിതരാകുന്നത്. പോലീസിനെ ഒരു തരത്തിലും വെല്ലുവിളിച്ചുകൊണ്ടല്ല SFI ഇതുവരെ സമരം നടത്തുന്നത്. പോലീസ് എന്ന് പറയുന്നത് SFIക്ക് ഈ സമരത്തിൻ്റെ ഭാഗമായി പോലീസ് ഒരു കക്ഷിയേ അല്ല. നമുക്ക് കക്ഷി എന്ന് പറയുന്നത് ഈ ക്യാമ്പസിലെ മാനേജ്മെൻറ്റാണ്. പോലീസിനോട് മല്ലിട്ടുകൊണ്ട് വിഷയത്തെ വളച്ചൊടിക്കാൻ വേണ്ടി SFI ആഗ്രഹിക്കുന്നില്ല. ഈ പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്നുള്ളത് മാത്രമാണ് SFI പറയുന്നത്. തുടർച്ചയായ രീതിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ഇതിനു മുമ്പും ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് സംഭവങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളെ കൊണ്ട് മൊഴി മാറ്റിപ്പിക്കുന്ന തരത്തിലേക്ക് ഉൾപ്പെടെ ഇവിടുത്തെ മാനേജ്മെൻറ്റ് മാറി കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ കോളേജിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയം ഗൗരവതരമാണ്. ഇന്നലെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്ന വിഷയമുണ്ടായി. ആ സമയത്ത് എന്തായാലും SFI പറഞ്ഞത് സമരം ഇന്ന് 3 മണിക്ക് ചർച്ചയിൽ തീരുമാനമൊന്നും ആകുന്നില്ലെങ്കിൽ ഇതിനെ ആശുപത്രി മാനേജ്മെൻറ്റുമായാണ് ചർച്ച നടക്കുന്നത്. പോലീസ് DYSPയുടെ സാന്നിധ്യം ഉൾപ്പെടെയാണ് ചർച്ച നടക്കുന്നത്. ആ ചർച്ചയിൽ ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നുണ്ട്. അത് തീരുമാനമാകുന്നില്ലെങ്കിൽ SFI വിദ്യാർത്ഥികളോടൊപ്പം നിലനിന്നുകൊണ്ട് വലിയ സമരത്തിന് ഈ ക്യാമ്പസിലടക്കം നേതൃത്വം കൊടുക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. SFIയുടെ ജില്ലാ ഭാരവാഹികളാണ് സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്നും പ്രവർത്തകന്മാർ പല ഭാഗത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഈ SFI നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് ഇവിടെ തമ്പടിച്ച് നിൽക്കുന്ന മറ്റ് പ്രവർത്തകരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. SFI ആരോപിക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും അനാവശ്യമായ രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്.